Hello everyone, welcome back to Rank Excel PSC. SCERT ടെക്സ്റ്റ് സീരീസിലെ 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 യൂണിറ്റ് 6 സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. 2 വീഡിയോയിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിന്റെ മോക്ക് ടെസ്റ്റിലോട്ട് കടക്കാം. ഇനി ഇതിലെ ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോസ് ആരെങ്കിലും കാണാത്തായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. അത് നോക്കി കണ്ടു പഠിച്ച ശേഷം ഈ ഒരു എക്സാം ചെയ്തു നോക്കുക. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന ടൈമിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കേട്ട ശേഷം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് അതിൽ ആൻസർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസർ ആയിട്ട് ഒത്തു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമന്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ ആദ്യകാല പ്രാദേശിക സമരങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യകാല പ്രാദേശിക സമരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് 1917 ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യ സമരം നടത്തിയത്. രാജ്കുമാർ ശുക്ല എന്ന സ്വദേശിയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തിയത്. 1918 ഗേദയിലെ തുണിമില്ല് തൊഴിലാളികളുടെ ശമ്പള വർധനവിന് വേണ്ടി ഗാന്ധിജി ആദ്യമായി ഉപവാസ സമരം ആരംഭിച്ചു. ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 1, 2, 3 എന്നിവ ശരിയാണ്. ബി 1, 2 എന്നിവ മാത്രം ശരിയാണ്. സി 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഡി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് 1917 ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യ സമരം നടത്തിയത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. രാജ്കുമാർ ശുക്ല എന്ന സ്വദേശിയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തിയത്, അതും ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെ ഗാന്ധിജിക്കൊപ്പം രാജ്കുമാർ ശുക്ലയാണ്. 1918 ഗേദയിലെ തുണിമില്ല് തൊഴിലാളികളുടെ ശമ്പള വർധനവിന് വേണ്ടി ഗാന്ധിജി ആദ്യമായി ഉപവാസ സമരം ആരംഭിച്ചു. ഗേദ സമരം 1918 തന്നെയാണ്. 1918 ഉള്ള മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. അപ്പോ ഗേദയിലെല്ലാം തുണിമില്ല് തൊഴിലാളികളുടെ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ഗാന്ധിജി സമരം ആരംഭിച്ചത് അത് അഹമ്മദാബാദിലാണ്. ഗേദയില് എന്തായിരുന്നു ഉപവാസം അനുഷ്ഠിച്ചത്? നികുതി നിഷേധ സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ, നികുതി നിഷേധ സമരമായിരുന്നു ഗേദയില്. അപ്പൊ ഇതില് ഓപ്ഷൻസ് 1, 2 ആണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, യുദ്ധ ചെലവുകൾ നേരിടുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടം ജനങ്ങളുടെ മേൽ അമിത നികുതി ചുമത്തി. ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി കുറയാൻ യുദ്ധം കാരണമായി. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് വഴിതെളിച്ചു. അകാലത്തുണ്ടായ വിളനാശവും പടർന്നു പിടിച്ച പകർച്ചവ്യാധികളും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചു. ഓപ്ഷൻസ് ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം ശരിയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? യുദ്ധ ചെലവുകൾ നേരിടുന്നതിനായി ബ്രിട്ടീഷ് ഭരണകൂടം ജനങ്ങളുടെ മേൽ അമിത നികുതി ചുമത്തി എന്നുള്ള എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായി കുറയാൻ യുദ്ധം കാരണമായി. കുറയാനല്ല, കൂടാനാണ് കാരണമായത് അല്ലെ. വില വൻതോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് വഴിതെളിച്ചു, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അകാലത്തുണ്ടായ വിളനാശവും പടർന്നു പിടിച്ച പകർച്ചവ്യാധികളും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള. 1, 3, 4 എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്.
2 എന്താണ് തെറ്റായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ആദ്യത്തെ പ്രസ്താവന, ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യവസായിയുടെ നിയമസഹായത്തിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് അവിടെയാണ്. ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങൾക്ക് ശേഷം 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അപ്പൊ ഇതില് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യവസായിയുടെ നിയമസഹായത്തിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് അവിടെയാണ് എന്നുള്ളതും എന്താണ് ശരിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങൾക്ക് ശേഷം 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതില് 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത് 1922 മാർച്ച് 18 ഏത് കോടതിയിലായിരുന്നു? മദ്രാസ് ഹൈക്കോടതി, അഹമ്മദാബാദ് ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ് സെഷൻസ് കോടതി, ലക്നൗ സെഷൻസ് കോടതി, ഡൽഹി സെഷൻസ് കോടതി. അപ്പൊ ഇതിൽ ഏത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ വിചാരണ നടന്നത്? ഇത് നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ആ ഒരു വിചാരണയുടെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് അഹമ്മദാബാദ് ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ് സെഷൻസ് കോടതിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1-ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം 1914 to 18, 1916 to 1920, 1910 to 1914, 1912 to 1916. ഇതിൽ ഏത് കാലഘട്ടത്തായിരുന്നു 1-ാം ലോക മഹായുദ്ധം നടന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. 1914 to 18. അടുത്ത ക്വസ്റ്റ്യൻ, റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി പഞ്ചാബിൽ അറസ്റ്റിലായ പ്രമുഖ ദേശീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഓപ്ഷൻ ബി ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. സി ജവഹർലാൽ നെഹ്റു, ബാബ രാമചന്ദ്ര. ഓപ്ഷൻ ഡി ജനറൽ ഡയർ, മൈക്കിൾ ഒ ഡയർ. അപ്പൊ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് പഞ്ചാബിൽ അറസ്റ്റിലായ പ്രമുഖ ദേശീയ നേതാക്കളാണ്. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ഓപ്ഷൻസ് ആഗാ ഖാൻ, സലീമുള്ള ഖാൻ, റഹ്മത്ത് അലി, അലി ജിന്ന, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബ്ദുൽ കലാം ആസാദ്, സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പൊ ഇതില് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻ സി മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരകാലത്ത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാണ്? അവധ് കിസാൻ സഭ, അഖില ഭാരത കിസാൻ സഭ, ലേബർ കിസാൻ പാർട്ടി, ടെനറ്റ്സ് അസോസിയേഷൻ. അപ്പൊ നിസ്സഹകരണ സമരകാലത്ത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഏതായിരുന്നു? ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവധ് കിസാൻ സഭയാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന, 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ശക്തമായി തീർന്ന ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനാണ് ബ്രിട്ടീഷ് സർക്കാർ ഇത് നടപ്പിലാക്കിയത്. ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും
വിചാരണ കൂടാതെ തടവിലാക്കാനും കഴിഞ്ഞിരുന്നു. റൗലറ്റ് നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ സമരത്തിന്റെ പ്രചാരണത്തിനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 1, 2, 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ മാത്രം. അപ്പൊ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തമായി തീർന്ന ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനാണ് ബ്രിട്ടീഷ് സർക്കാർ ഇത് നടപ്പിലാക്കിയത് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലാക്കാനും കഴിഞ്ഞിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. റൗലറ്റ് നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതും ശരിയാണ്. ഈ സമരത്തിന്റെ പ്രചാരണത്തിനായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സഭ രൂപീകരിച്ചു എന്നുള്ളതും ശരിയാണ്. അപ്പൊ ഇതില് മുകളിൽ നൽകിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 10th ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫസ്റ്റ് വൺ, 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഈ ദുരന്തം നടന്നത്. ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരമാണ് സൈന്യം നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. വെടിവയ്പ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് മൈതാനം ഒഴിഞ്ഞു പോകാൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു എങ്കിലും യഥാർത്ഥത്തിൽ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് എ 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. ബി 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്? 1919 ഏപ്രിൽ 13 അല്ലെ ഈ ദുരന്തം നടന്നത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നുള്ളത് ശരിയായിട്ടുള്ള ആൻസർ ആണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരമാണ് സൈന്യം നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വെടിവയ്പ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് മൈതാനം ഒഴിഞ്ഞു പോകാൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അവർ മുന്നറിയിപ്പ് നൽകാതെയാണ് വെടിവെച്ചത് അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു എങ്കിലും യഥാർത്ഥത്തിൽ മരണസംഖ്യ ഇതിലും വളരെ കൂടുതലായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ 1, 2, 4 മാത്രമാണ് ശരി. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 1, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക എന്നിവ നിസ്സഹകരണ സമരത്തിന്റെ രീതികളായിരുന്നു. ഈ സമരകാലത്ത് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബംഗാളിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക എന്നിവ നിസ്സഹകരണ സമരത്തിന്റെ രീതികളായിരുന്നു എന്നുള്ള പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ, തെറ്റായിട്ടുള്ളതല്ല. ഈ സമരകാലത്ത് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബംഗാളിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. അവധ് കിസാൻ സഭ രൂപീകരിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് ബംഗാളിലല്ല, യുണൈറ്റഡ് പ്രൊവിൻസിലെ ഇന്നത്തെ ഉത്തർപ്രദേശിലെ അവധ് മേഖലയിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4 ആണ്
തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരകാലത്ത് സർക്കാർ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾക്കായി രൂപം കൊണ്ട ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം, 1, 3 എന്നിവ മാത്രം. ഇതില് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ. ഈ 3 ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിസ്സഹകരണ സമരകാലത്ത് സർക്കാർ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾക്കായിട്ട് രൂപം കൊണ്ടവയാണ്. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നും അതിൽ പെടുന്നതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത വിവിധ ജനവിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സ്ത്രീകൾ വിദേശ തുണികൾ ശേഖരിച്ച് കത്തിക്കുന്നതിനും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുന്നതിനും നേതൃത്വം നൽകി. മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമില്ലിലെ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പെടനന്തിപ്പാട് എന്ന സ്ഥലത്തെ കർഷകർ ചിരാല പെരാല സമരം നടത്തി. ഇതിലെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. അപ്പൊ സ്ത്രീകള് വിദേശ തുണികളൊക്കെ ശേഖരിച്ച് കത്തിക്കുന്നതിനും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുന്നതിനും നേതൃത്വം നൽകി എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ തന്നെ മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമില്ലിലെ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും പണിമുടക്കി സമരത്തോട് സഹകരിച്ചു എന്നുള്ളതും ശരിയാണ്. എന്നാൽ 3ാമത്തെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പെടനന്തിപ്പാട് എന്ന സ്ഥലത്ത് കർഷകർ ചിരാല പെരാല സമരം നടത്തി എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടൂർ ജില്ലയിലെ ചിരാല എന്ന മുനിസിപ്പൽ ടൗണിലാണ് ഈ ഒരു സമരം നടക്കുന്നത്. പെടനന്തിപ്പാടിൽ നടന്നത് നികുതി നിഷേധ സമരമായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. പെടനന്തിപ്പാടല്ല, ഗുണ്ടൂർ ജില്ലയിലെ ചിരാല മുനിസിപ്പൽ ടൗണിലാണ് ഇത് നടന്നിരിക്കുന്നത്, ഈ ഒരു ചിരാല പെരാല സമരം നടന്നിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരി. 14ാമത്തെ ക്വസ്റ്റ്യൻ, 1919 ഏപ്രിൽ 6-ന് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ ഹർത്താലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? രാജ്യദ്രോഹത്തിനുള്ള ആഹ്വാനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട്, ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച, നിയമലംഘന സമരത്തിന്റെ തുടക്കം. ഇതിലെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1919 ഏപ്രിൽ 6-ന് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ ഹർത്താലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എ ഇതാണ്, ബി ഇത് സി ആണ്. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1-ാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയുമായി സഖ്യകക്ഷികൾ ഒപ്പിട്ട ഉടമ്പടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വേഴ്സായ് ഉടമ്പടി, സൈമൺ കമ്മീഷൻ, സെവ്രസ് ഉടമ്പടി, ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇതിൽ ഏത് ഉടമ്പടിയാണ് 1-ാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയുമായി സഖ്യകക്ഷികൾ ഒപ്പിട്ടത്? ഇതിലെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെവ്രസ് ഉടമ്പടിയാണത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ഹിന്ദ് സ്വരാജ് രചിച്ചത് ഗാന്ധിജിയാണ്. ഹിന്ദ് സ്വരാജ് രചിച്ച വർഷം 1909-ലാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യുമെന്ന് ഹിന്ദ് സ്വരാജിൽ പ്രസ്താവിച്ചു. ഓപ്ഷൻസ് 1ഉം 2ഉം ശരി, 1 മാത്രം ശരി, 3 മാത്രം ശരി, എല്ലാം ശരിയാണ്. ഇതിലെ ഓപ്ഷൻ ഡി ആണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഹിന്ദു സ്വരാജ് രചിച്ചത് ഗാന്ധിജിയാണ്. രചിച്ച വർഷം 1909 ഇന്ത്യക്കാർ നിസ്സഹരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യുമെന്ന് ഹിന്ദു സ്വരാജിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ച വർഷം ഏതാണ്? 1920, 1921, 1922, 1923. ഇതിലെ കറക്റ്റ് ആൻസർ 1922 ഇപ്പൊ ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ച വർഷം 1922. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് സമരം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? നിയമലംഘനത്തിലേക്കുള്ള വഴിത്തിരിവ്, ദേശീയ ദുരന്തം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത, അഹിംസയുടെ വിജയം. ഇതില് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് സമരം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ദേശീയ ദുരന്തം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ സഭകളിലൂടെ സർക്കാരിനെ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കിസാൻ സഭ, സ്വരാജ് പാർട്ടി, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതിലെ നിയമനിർമ്മാണ സഭകളിലൂടെ സർക്കാരിനെ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പാർട്ടി ഏതാണ്? ഓപ്ഷൻ സി സ്വരാജ് പാർട്ടിയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, നിയമനിർമ്മാണ സഭകളിൽ മത്സരിച്ച് ഉള്ളിൽ നിന്ന് ഗവൺമെന്റിനെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ച നേതാക്കൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ, അബ്ബാസ് ത്യാബ്ജി. ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്, ഗാന്ധിജി. ഇതില് നിയമനിർമ്മാണ സഭകളിൽ മത്സരിച്ച് ഉള്ളിൽ നിന്ന് ഗവൺമെന്റിനെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ച നേതാക്കളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1927, ഓപ്ഷൻ ബി 1928, ഓപ്ഷൻ സി 1929, ഓപ്ഷൻ ഡി 1930. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാബ രാമചന്ദ്ര. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആരാണ്? ഇതിലെ ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും 22 മാർക്ക് ചെയ്തു പോയി, 23 കേട്ടോ. അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന റാംപ ലഹളയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫസ്റ്റ് പ്രസ്താവന, ആന്ധ്രാപ്രദേശിലെ ഗോത്ര ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം നടന്നത്. ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടസ്സപ്പെട്ടതാണ് സമരത്തിന് കാരണം. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സായുധ സേനകളെ ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ ഈ സമരം അടിച്ചമർത്തിയത്. ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1929 നടന്ന ചരിത്ര പ്രസിദ്ധമായ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
ഫസ്റ്റ് വൺ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് നേടുന്നതിനായി നിയമലംഘന സമരം ആരംഭിക്കാൻ മഹാത്മാഗാന്ധിയെ ചുമതലപ്പെടുത്തി. സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയുടെ പുതിയ ത്രിവർണ പതാക കോൺഗ്രസ് അംഗീകരിച്ചു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 1, 2, 3 എന്നിവ മാത്രം, 2, 3, 4 എന്നിവ മാത്രം. മുകളിൽ നൽകിയിരിക്കുന്നവയെല്ലാം ശരിയാണ്. 1, 2, 4 എന്നിവ മാത്രം. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ട്ടോ, എല്ലാം സി. നേരെ മാർക്കാവുന്നില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ 1, സബർമതി ആശ്രമത്തിൽ നിന്നും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു യാത്ര. ഗാന്ധിജിയോടൊപ്പം ആകെ 78 സന്നദ്ധ പ്രവർത്തകരാണ് യാത്ര തിരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിൽ വെച്ച് ഒപ്പുണ്ടാക്കി നിയമലംഘന സമരം ആരംഭിച്ചു. ദണ്ഡി യാത്ര പൂർത്തിയാക്കാൻ ആകെ 11 ദിവസങ്ങളാണ് എടുത്തത്. ഇതില് തെറ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. 24 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ദണ്ഡി യാത്ര പൂർത്തിയാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന സമരകാലത്ത് വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ആര്? ഓപ്ഷൻ എ, അബ്ബാസ് ത്യാബ്ജി. ഓപ്ഷൻ ബി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി, ഇമാം സാഹിബ്. ഓപ്ഷൻ ഡി, റാണി ഗൈഡിൻലിയു. ഇതിലേതാണ് നിയമലംഘന സമരകാലത്ത് വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ ബി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, കോൺഗ്രസ് നിയമലംഘന സമരം നിർത്തിവെക്കുക. ഓപ്ഷൻ ബി, ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഓപ്ഷൻ സി, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് അനുവദിക്കുക. ഓപ്ഷൻ ഡി, അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടാത്ത രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കോൺഗ്രസ് നിയമലംഘന സമരം നിർത്തിവെക്കുക, ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് അനുവദിക്കുക, അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടാത്ത രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പെടാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗുജറാത്തിലെ ധാരാസന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫസ്റ്റ് വൺ, ഗാന്ധിജി അറസ്റ്റിലായതിനെ തുടർന്ന് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. സമാധാനപരമായ സമരം ചെയ്ത സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തി. ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ച അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്നു വെബ് മില്ലർ. മേൽ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? ഗാന്ധിജി അറസ്റ്റിലായതിനെ തുടർന്ന് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരാണ് ഈ ധരാസനയിൽ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള പ്രസ്താവന ശരിയാണ്. സമാധാനപരമായി സമരം ചെയ്ത സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തി എന്നുള്ളതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ച അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്നു ആര്? വെബ് മില്ലർ എന്നുള്ളതും ശരിയാണ്. ഇതിൽ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ സമരമുറകളെ കുറിച്ചുള്ള ജോഡികൾ വിലയിരുത്തുക.
ഒന്നാമത്തേത് കർഷകർ നികുതി നൽകാതെയും ജമീന്ദാർമാർക്ക് പാട്ടം നൽകാതെയും സമരത്തിൽ പങ്കെടുത്തു. ഗോത്ര ജനത വനനിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിറകും വനവിഭവങ്ങളും ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ എന്നിവയിൽ സജീവമായി പങ്കെടുത്തു. ഇതിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഇതിലെയും എല്ലാ ജോഡികളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സായുധ വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് എവിടെ വെച്ചാണ്? ലാഹോർ, കാൺപൂർ, ഡൽഹി, കൽക്കത്ത. എവിടെ വെച്ചായിരുന്നു HRA രൂപീകരിച്ചത്? ഇതിലെ ഓപ്ഷൻ ബി കാൺപൂരിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിന് സമീപം ട്രെയിൻ തടഞ്ഞു നിർത്തി സർക്കാർ പണം കൈക്കലാക്കിയ സംഭവം അറിയപ്പെടുന്നത്? ചൗരി ചൗര സംഭവം, കാക്കോരി സംഭവം, ചിറ്റഗോങ് ആയുധപുര ആക്രമണം, ലാഹോർ ഗൂഢാലോചന. ഇതിലേതാണ് വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിന് സമീപം ട്രെയിൻ തടഞ്ഞു നിർത്തി സർക്കാർ പണം കൈക്കലാക്കിയ സംഭവം അറിയപ്പെടുന്നത് കാക്കോരി സംഭവമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ ഗൂഢാലോചന കേസിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ തീയതി എന്ന്? 1930 ജനുവരി 26, 1931 മാർച്ച് 23, 1932 ഏപ്രിൽ 18, 1929 ഓഗസ്റ്റ് 9. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. 1931 മാർച്ച് 23. അടുത്ത ക്വസ്റ്റ്യൻ, 1946 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പിടിച്ചുലച്ച നാവിക കലാപം ആരംഭിച്ച മുംബൈയിലെ കപ്പൽ ഏതാണ്? INS വിക്രാന്ത്, HMIS തൽവാർ, HMIS വിരാട്, INS ഗരുഡ. ഇതിലേതായിരുന്നു നാവിക കലാപം നടന്ന കപ്പൽ? നാവിക കലാപം ആരംഭിച്ച മുംബൈയിലെ കപ്പൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി തൽവാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ പ്രശസ്തമായ ആഹ്വാനം ഏതായിരുന്നു? സ്വാതന്ത്ര്യമാണ് എന്റെ ജന്മാവകാശം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡൽഹി ചലോ, ഇൻക്വിലാബ് സിന്ദാബാദ്. ഇതിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ആഹ്വാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരണത്തിൽ പങ്കാളിയായ പ്രമുഖ മലയാളി വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ, ക്യാപ്റ്റൻ ലക്ഷ്മി, അക്കമ്മ ചെറിയാൻ, അന്ന ചാണ്ടി. ഇതിൽ ആരായിരുന്നു? ഇതിലും ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സമാന്തര ഭരണകൂടം അറിയപ്പെടുന്നത്? പ്രതി സർക്കാർ, താൽക്കാലിക ഭരണകൂടം, സ്വതന്ത്ര ഭരണകൂടം, ദേശീയ സർക്കാർ. ഇതിലേതാണ് ബല്ലിയയിലെ ചിറ്റു പാണ്ഡെയുടെ, ഉത്തർപ്രദേശിലെ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സമാന്തര ഭരണകൂടം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സ്വതന്ത്ര ഭരണകൂടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി ഗാന്ധിജിയെ രാഷ്ട്രപിതാവേ എന്നാദ്യമായി അഭിസംബോധന ചെയ്ത നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, റാം മനോഹർ ലോഹ്യ. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആരായിരുന്നു രാഷ്ട്രപിതാവേ എന്ന് അഭിസംബോധന ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡൽഹി ചെങ്കോട്ടയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ INA തടവുകാരുടെ വിചാരണയിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ പ്രമുഖ കോൺഗ്രസ് നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരായിരുന്നു INA തടവുകാരുടെ വിചാരണയിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ രാജാവ് അംഗീകരിച്ച് നിയമമായത് എന്ന്? 1947 ജൂൺ 3, 1947 ജൂലൈ 18, 1947 ഓഗസ്റ്റ് 15, 1946 മാർച്ച് 24. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. 1947 ജൂലൈ 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മഹാരാഷ്ട്രയിലെ സത്താറയിൽ രൂപീകരിക്കപ്പെട്ട സമാന്തര ഭരണകൂടവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫസ്റ്റ് വൺ, നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിലാണ് സത്താറയിൽ സമാന്തര ഭരണകൂടം സ്ഥാപിതമായത്. ഈ ഭരണകൂടം 1945 വരെ വിജയകരമായി നിലനിന്നു. ബംഗാളിലെ താംലൂക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ കാലം മാത്രം നിലനിന്ന സമാന്തര ഭരണകൂടമായിരുന്നു ഇത്. ഇതിലെ മേൽ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഇപ്പം ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം ആണ്, 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലെ ചില സുപ്രധാന പദ്ധതികളും വർഷങ്ങളും ആണ് താഴെ നൽകുന്നു. അവ ശരിയായി ജോഡി ചേർക്കുക. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച്, മൗണ്ട് ബാറ്റൻ പദ്ധതി 1947 ജൂൺ 3, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15. ശരിയായ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം ശരിയാണ്, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം ശരിയാണ്, ഓപ്ഷൻ ഡി മുകളിൽ നൽകിയിരിക്കുന്ന 1, 2, 3 ജോഡികളെല്ലാം തന്നെ ശരിയാണ്. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും അല്ലെങ്കിൽ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ മോക്ക് ടെസ്റ്റിൽ 41 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. ഇനി ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയ്ക്കും ബൈ.